പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഇപ്പോൾ CPIM BJPക്ക് വോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് അവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള നീക്കങ്ങൾ പ്രചരണങ്ങൾ വരുന്നു. അത്തരത്തിൽ അതിനെതിരെ പ്രതികരണം ഇപ്പോൾ CPIMൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. MM വർഗീസ് ജില്ലാ സെക്രട്ടറി അതിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കോൺഗ്രസ് അഴിച്ചുവിടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ VS സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണ് എന്നും അദ്ദേഹം പറയുന്നു. തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. തിയോഫിൻ, പലതരത്തിലുള്ള കഥകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ പറക്കുകയാണ് തൃശ്ശൂരിൻ്റെ അന്തരീക്ഷത്തിൽ. കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നിന്നൊക്കെയാണ് ഉയർന്നു വരുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൽ CPIMൻ്റെ മറുപടി എന്താണ്? മനു, തീർച്ചയായും LDF പ്രചരണത്തിൽ മുന്നേറി തുടങ്ങിയപ്പോൾ മുതലാണ് ഇത്തരം വ്യാജ വാർത്തകൾ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇടതുമുന്നണിയുടെ വോട്ടുകൾ BJPക്ക് മറിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നു. അതിൽ വ്യക്തമായ മറുപടി CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഇതിൻ്റെ സാഹചര്യങ്ങളും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചരണം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കും. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വർഗീസേട്ട, എന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രചരണത്തിന് കാരണം? ഇതൊരു വല്ലാത്തൊരു തമാശയാണ്. കോൺഗ്രസിൻ്റെ ഗതികേട് എന്നേ പറയാനുള്ളൂ. ആ കോൺഗ്രസിന് വല്ലാത്തൊരു നിലയിൽ ഒരു ഒളിപ്പുമില്ലാതെ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പിന്താങ്ങുന്നതാണ്. മലയാള മനോരമയും മാതൃഭൂമി ഇവിടെ പ്രതാപം പറയുന്നു, ജോസ് വള്ളൂർ പറയുന്നു, അത് അതേപടി ആവർത്തിക്കുക. ഇങ്ങനെ വാർത്ത കൊടുക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ഒന്ന് നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് കൊടുത്തൂടെ? കല്ല് വെച്ച നുണ, ഇത്ര വൃത്തിഹീനമായിട്ടുള്ള പ്രചരണം നടത്താൻ ഇവർക്ക് മാത്രമേ കഴിയൂ. ഈ കോൺഗ്രസിനും BJPക്കും അവരെ പിന്താങ്ങുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇത്ര മോശപ്പെട്ട കല്ലുവെച്ച നുണ, നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കാനായിട്ട് കഴിയൂ. എന്താണ് വസ്തുത? ഇപ്പോൾ CPIMനെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് വർഗീയ ശക്തികൾക്കെതിരെ, RSS സംഘപരിവാർ ശക്തികൾക്കെതിരെ, BJPക്കെതിരെ, BJPയുടെ നയസമീപനങ്ങൾക്കെതിരെ, സാമ്പത്തിക നയസമീപനങ്ങൾക്കെതിരെ, അവരുടെ വർഗീയ നിലപാടുകൾക്കെതിരെ ഏറ്റവും അധികം ശക്തിമത്തായി സമരം ചെയ്യുന്നത്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമരം സംഘടിപ്പിക്കുന്നത്, കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത്, മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് CPIMഉം CPM ഉൾപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ സുരേഷ് ഗോപി ദയനീയമായ പരാജയത്തെ നേടാൻ പോവുകയാണ്. അതുപോലെ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥി മുരളീധരൻ വല്ലാത്ത പരാജയത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. VS സുനിൽകുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടു കൂടി നല്ല നിലയിൽ വിജയിക്കാൻ പോവുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഭയപ്പെടുന്നവർ, വല്ലാത്ത രാഷ്ട്രീയമായിട്ടുള്ള വല്ലാത്തൊരവസ്ഥ അഭിമുഖീകരിക്കുന്നവരാണ് കോൺഗ്രസും BJPയും വലതുപക്ഷ മാധ്യമങ്ങളും ഒരേപോലെ ഇടതുപക്ഷത്തിനെതിരെ, CPIMനെതിരെ ഇതുപോലെയുള്ള കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിക്കുന്നത്. എന്താണ് ഈ യാഥാർത്ഥ്യം? ഇവിടെ ഇതുകൊണ്ടൊന്നും മുരളിയയിക്കാൻ പോകുന്നില്ല. വലിയ പരാജയത്തെയാണ് മുരളീധരനെ ഏറ്റുവാങ്ങാൻ പോകുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി VS സുനിൽകുമാർ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. VS മാത്രമല്ല, ചാലക്കുടിയിൽ രവീന്ദ്രൻ മാഷ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്. ആലത്തൂർ നല്ല ഭൂരിപക്ഷത്തിന് K രാധാകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ രാധാകൃഷ്ണനെതിരെ ചില അപവാദങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇതേ പത്രങ്ങൾ അച്ചടിച്ച് വിടുന്നുണ്ട്. ഇതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ല. ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചില്ല, CPIMനെ സംബന്ധിച്ചില്ല. ഈ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ഒരു പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നു, ഭരണഘടനയെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന ഒരു ഫാസിസത്തിനെതിരെ ഒറ്റക്കെട്ടായി എല്ലാവരും മുന്നോട്ട് പോകേണ്ട സമയത്ത് അതിന് കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു പരാജയഭീതിയും, അതോടൊപ്പം ഇടത് മുന്നണിക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണ, വിശ്വാസം, ഇടത് സ്ഥാനാർത്ഥികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, വിജയിക്കുമെന്ന് തോന്നിയപ്പോഴുള്ള ആ പരാജയഭീതി തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ? അതുതന്നെയാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെ നല്ല നിലയിൽ LDF സ്ഥാനാർത്ഥികളും, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് കേരളത്തിലാകെ ഏതാണ് സ്ഥിതി? തൃശ്ശൂർ 3 മണ്ഡലങ്ങളിലും LDFൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണുന്നത്. അതിൽ പരിഭ്രാന്തി, ഭയബിഹുലരായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു സംശയമില്ല, ജനങ്ങളത് തിരിച്ചറിയും. വലിയ തെരഞ്ഞെടുപ്പ് വിജയം ഇടതുപക്ഷത്തിനുണ്ടാവും. ഈ 2 വലതുപക്ഷ സ്ഥാനാർത്ഥികളെ UDFനെയും അതുപോലെ BJPയെയും ഈ തെരഞ്ഞെടുപ്പിൽ ജനം പുറന്തള്ളും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കിടയിൽ വോട്ടർമാരോട് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പായി പറയാനുണ്ടോ അങ്ങേക്ക്? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റ് ജനങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. കഴിഞ്ഞ 1-1.5 മാസക്കാലമായി നമ്മൾ നടത്തിയ പ്രചാരവേലകളുണ്ട്. ഈ കള്ളപ്രചാരവേലകളെ തള്ളിയ അനുഭവമാണ് നമുക്കുള്ളത്. ജനങ്ങളെ വിഡ്ഢികളാക്കാനൊന്നും പറ്റില്ല.
അത് കൃത്യമായിട്ട് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനം ശരിയായ വിധിയെഴുത്ത് നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ. LDFനെ സഹർഷം അവർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വലിയ വിജയം തൃശ്ശൂർ ജില്ലയിലെ 3 സ്ഥാനാർത്ഥികൾക്കും നല്ല വിജയം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കം. മനു, വ്യക്തമായി തന്നെ അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ വിജയം LDF നേടുമെന്നും അതോടൊപ്പം തന്നെ ഈ വ്യാജ വാർത്തകൾ, ഈ വ്യാജ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളയും. അത്രയും പ്രബുദ്ധരായ ജനങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. അത് ജനങ്ങൾ തള്ളിക്കളയും, വോട്ടർമാർ തള്ളിക്കളയുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം ഉറച്ച് പറയുകയാണ്. മനു, ശരി തിയോഫിൻ, ഓക്കെ, താങ്ക് യു.